ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് ടിപ്പാണ്. ക്ലീനിങ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഒരു ടിപ്പാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ ഡെയിലി ബാത്റൂം കഴുകുന്നതാണ്. ചില ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം കഴുകാൻ മടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂം നല്ലതുപോലെ അഴുക്കായി കിടക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ അത് കഴുകാൻ കുറച്ചുകൂടെ മടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് അഴുക്കായി കിടക്കുന്ന ബാത്റൂം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തേത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഞാനിപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അത്. നമുക്കാണെങ്കിൽ ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനുള്ള ലിക്വിഡുകളൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക അതിനൊക്കെ ഭയങ്കര വിലയാണ്. ചിലപ്പോൾ അതൊന്നും നന്നായിട്ട് ക്ലീൻ ആവുകയില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം. അധികം പൈസ ചിലവില്ല. പൈസ ചിലവെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനങ്ങൾക്കുള്ള പൈസ ഉണ്ട്, അത് എന്തായാലും നമ്മുടെ വീട്ടിലുള്ളതാണ്. പ്രത്യേകിച്ച് അഡീഷണലായിട്ടൊന്നും നമ്മൾ ചിലവാക്കുന്നില്ല. എന്തായാലും ഈ ഒരു ലിക്വിഡ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടെ വേണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ട സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. എൻ്റെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം. ഉപ്പ്, പിന്നെ അതുപോലെ എടുക്കുന്നത് കുറച്ച് സോപ്പ് പൊടി, അതും 1 സ്പൂൺ സോപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ ചേർന്നതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കംഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കംഫർട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിനൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. കംഫർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കംഫർട്ടിൻ്റെ ഒരു നല്ല മണം ഉണ്ടല്ലോ, അത് ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണം അവിടെ നിലനിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. ഉപ്പ് സോപ്പ് പൊടിയൊക്കെ നല്ലതുപോലെ നലിയാൻ വേണ്ടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ട്, നമ്മുടെ ബാത്റൂം നല്ലതുപോലെ അഴുക്കായി കിടക്കുകയാണ്. ഇപ്പം 2 ദിവസമായിരുന്നു ഞാൻ കഴുകിയിട്ട്. അത് നല്ലതുപോലെ അഴുക്കായിട്ട് കിടപ്പുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ച് കഴുകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും, എങ്ങനെ എത്രത്തോളം ക്ലീൻ ആയി എന്നുള്ളത്. വളരെ എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ അഴുക്ക് കൂടുതലായിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഭിത്തിയിലും ഒക്കെ എവിടെയൊക്കെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് വേണം കഴുകിയെടുക്കാനുള്ളത്. ഉണ്ട്, നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഉണ്ട്, ഭിത്തിയുടെ ഈ ഒരു സൈഡിലെല്ലാം നല്ലതുപോലെ അഴുക്കുണ്ട്. ഞാനതൊന്ന് കഴുകി കാണിച്ചു തരാം. ഉണ്ട്, നല്ലതുപോലെ ഇളകുന്നുണ്ട്. കാരണം ഒരു 5 മിനിറ്റ് ഇരുന്നത് കൊണ്ട് തന്നെ അത് കുതിർന്ന് നല്ലതുപോലെ ഇളകി തുടങ്ങും. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, അപ്പോഴത്തേക്ക് തന്നെ പൊയ്ക്കോളും. പറയും അല്ല, നല്ലതുപോലെ പോയിട്ടുണ്ട്. ഈ ടൈലിൻ്റെ ഇടയിലെല്ലാം കറുപ്പില്ല, കുത്ത് കരിമ്പ് പിടിക്കില്ലേ തുണിയൊക്കെ, അതുപോലെ തന്നെ ഇരുന്നതാ. ഉണ്ട്, ആ കറുപ്പെല്ലാം പോയിട്ടുണ്ട്. എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. ഉണ്ട്, വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് നല്ലതുപോലെ ക്ലീനായി വന്നത് കണ്ടില്ലേ. ബാത്റൂം നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ടൈലിനകത്തുണ്ടായിരുന്ന ഭിത്തിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന അഴുക്കുകൾ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം. ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അഴുക്ക് എത്രത്തോളം പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ തറയിലും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. തറയിൽ ഈ ടൈലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തു കുത്തു പോലെ കയറി അഴുക്ക് കയറിയിരിക്കുമായിരുന്നു നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ എല്ലായിടും മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലായിരിക്കും ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ ഇടുന്നത്, കാരണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അഴുക്ക് കയറിയിരുന്ന് കറുത്ത കുത്തു കുത്തു പോലെ ഇരിക്കും. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് പോയിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇതിൽ സോപ്പ് പൊടി ഇടുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ തെറ്റ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പം ആ ഒരു സോപ്പ് പൊടിയുടെ അംശമുള്ളതുകൊണ്ട് അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. ചെയ്തിട്ട് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന്.